ഭൂതക്കണ്ണയിലെ അന്ധനായ ഒരു ഗായകന്റെ ഒരു വേഷം ചെയ്യാറുണ്ട്. അതിന് എങ്ങനെ വലിയൊരു റോൾ മോഡലോ റോൾ മോഡൽ ഉണ്ട് എന്ന് പറയാൻ പറ്റില്ല. കാരണം വെച്ചാൽ ഞാൻ ഈ ഒബ്സർവേഷൻ്റെ കാര്യത്തിൽ എടുക്കണം എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് എനിക്കറിയില്ല. ഒബ്സർവ് ചെയ്യുന്നത് പറയുന്നത്. അപ്പോൾ എന്ത് കഥാപാത്രം കണ്ടാലും നമ്മൾ ഒബ്സർവ് ചെയ്തിട്ട് നമ്മളിലൂടെ അത് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സൃഷ്ടിക്കുമ്പോൾ ബിഹേവിംഗ് എന്നാ പറയാം. ആക്ടിങ് അല്ല, ശരിക്കും ബിഹേവ് ചെയ്യുക. അങ്ങനത്തെ ക്യാരക്ടറായിരുന്നു അത്. അപ്പോൾ എൻ്റെ വീടിനടുത്തൊരു പയ്യനുണ്ട് അവിടെ, കണ്ടു കാണാൻ പാടില്ലാത്ത. അപ്പോൾ അവൻ്റെ ചേഷ്ടകളൊക്കെ ഞാൻ ഇങ്ങനെ ഒബ്സർവ് ചെയ്തിരുന്നു. ഒരു ദിവസം വീട്ടിൽ വരും, പൈസ കൊടുക്കും, കഞ്ഞിയും ചോറൊക്കെ കൊടുക്കും. അങ്ങനെ പിടിച്ച് ഇപ്പം ഇന്ന് കാലത്തും കൂടി കണ്ടു ഞാൻ അയാളെ. ചേന്നൻ എന്നാണ് അയാളുടെ പേര്. ചേന്നൻ. അപ്പം അയാളെ കണ്ടു പഠിച്ചു ഞാൻ. ചേന, നിനക്ക് ഞാൻ ഇട്ടിരിക്കുന്ന ഷർട്ട് എന്ത് നിറാന്ന് പറയാൻ പറ്റുമെന്ന് ചോദിച്ചു. കടിയില്ലാത്ത ഞാൻ എങ്ങനെയാ പറയുക, കളറില്ലല്ലോ, എനിക്കെപ്പോഴും ഇരുട്ടല്ലേ കണ്ണിൽ. ഇങ്ങനെ ഒരു സംഭവമുണ്ട് മൂമെൻ്റ്. അത് ഞാൻ ഒബ്സർവ് ചെയ്തിട്ട് നമ്മുടെ ലോഹിദാസ് എന്ന് പറയുന്ന മഹാപ്രതിഭയുടെ മുമ്പിൽ പറഞ്ഞു ഞാൻ സല്ലാപത്തിൻ്റെ സമയത്ത്. അപ്പോൾ ചേട്ടാ ഒരു കാര്യം ചെയ്തത്, നമുക്ക് ഈ ബ്ലൈൻഡിനെ നമുക്കൊരു സ്ഥലത്ത് അവതരിപ്പിക്കാം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഭൂത കണ്ണാടി വന്നത്. അങ്ങനെ അയാളെ ഒബ്സർവ് ചെയ്തിട്ട് അത് അങ്ങനെ റീപ്രൊഡ്യൂസ് ചെയ്യായിരുന്നു ഞാൻ. അത് വളരെ ലൈവിലി. തല ചായ്ക്കാനൊരു താഴ്വാരം, നീലാകാശം, മണിമേട, അങ്ങനെ സാധനമാണ്. എനിക്ക് പാടാൻ അറിയില്ല. അല്ല അത് പഠിക്കുന്നത് ശ്രീധരൻ എന്ന് പറഞ്ഞ ഒരാളായിരുന്നു. അപ്പോൾ എൻ്റെ ശബ്ദം അങ്ങേരെ ശബ്ദം തമ്മിൽ ഭയങ്കര സാമ്യമാണെന്ന് പറഞ്ഞത് അങ്ങേരെ കൊണ്ട് തന്നെ ലോഹി പഠിപ്പിക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെ അത് അഭിനയിക്കാൻ പറ്റി. അത് വലിയൊരു വിജയമാണെന്നാണ് എല്ലാവരും പറയുന്നത്. അതെ. പിന്നെ ശങ്കരാടി ചേട്ടനൊക്കെ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. പി ജാനി ചേട്ടനായിട്ട് ഞാൻ നാടകത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. തിലകൻ എന്ന് പറഞ്ഞ മഹാനടനുമായിട്ട് ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. രണ്ടിലും അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ എസ് പി പിള്ളൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു, അദ്ദേഹം എൻ്റെ ഗുരുവാന്ന് പറഞ്ഞല്ലോ. പിന്നെ ഭരത് ഗോപി, അയ്യോ ഗോപിച്ചേട്ടനായിട്ട് അഭിനയത്തിൻ്റെ തലത്തിൽ മാത്രമല്ല, ഗോപിച്ചേട്ടൻ വലിയൊരു മനുഷ്യനാണ്. ഞാൻ ഷൂട്ടിംഗ് കഴിഞ്ഞ് ദേശം എന്ന് പറയുന്ന പടത്തിൽ ഞാൻ അഭിനയിച്ച് തിരിച്ചു പോരുമ്പോൾ പുള്ളി ഇങ്ങനെ കരയൊക്കെ ചെയ്യും. ആരൊന്നും പോവാണല്ലോ എനിക്ക്. അപ്പോൾ ഈ മൂക്കിലിങ്ങനെ വിരലിട്ടിട്ട് കരയുക. അപ്പോൾ കണ്ണിൽ നിന്നൊക്കെ ഒരു തുള്ളി ഇങ്ങനെ വരുന്നതാണ്. ആരൊന്നും പറഞ്ഞു ഇനി എന്ന് കാണും എന്നൊക്കെ ചെയ്യും. ഞാനും അബ്ദുള്ള എന്ന് പറയുന്ന എൻ്റെ ഒരു മാനേജറുണ്ട് ഒരാൾ, അയാളും ഞാനും കൂടി ഒരു റൂം എടുത്തു കഴിഞ്ഞാൽ ആ റൂം കട്ട് ചെയ്തിട്ട് അദ്ദേഹത്തിൻ്റെ റൂമിൽ പോയി കിടക്കണം തമാശ പറയാൻ. അങ്ങനെ ഒരു രസമാണ്. അപ്പോൾ അങ്ങനെ രസികനും അതുപോലെ അഭിനയത്തിൻ്റെ മേഖല കണ്ടെത്തിയ വലിയൊരു നടനായിരുന്നു. അത് മമ്മൂട്ടി തന്നെ പറയുമല്ലോ, മമ്മൂട്ടി ഈസ് എ ഗ്രേറ്റ്. അപ്പോൾ അയാൾ തന്നെ പറയും ഇങ്ങനെ ഈ ഭാരത് ഗോപിച്ചേട്ടൻ എന്ന് പറയുന്ന ഏറ്റവും നല്ല നടന്മാരൊരാളാണ് ഇന്ത്യയിലാണ്. അപ്പോൾ അവരുടെ കൂടെയൊക്കെ അഭിനയിക്കാൻ കിട്ടിയ വലിയ ഭാഗ്യമില്ല. ശങ്കരാടി ചേട്ടൻ ഇത്രയും റിയലിസ്റ്റിക് ആയിട്ട് ഇത്ര ലൈവായിട്ട് അഭിനയിക്കുന്ന ഒരു നടനേ ഇല്ലെന്ന് ഇന്ന് വരെയും ജനിച്ചിട്ടില്ല. അയ്യോ. അപ്പോൾ ചേട്ടൻ അവിടെ നല്ല സജീവമായി നിന്നായിരുന്നു. ഇപ്പോഴത്തെ ഒരു തലമുറയുടെ ഒപ്പം നിൽക്കുന്നുണ്ട്. ഇപ്പോഴത്തെ ഒരു തലമുറയും സജീവമാണ് ചേട്ടൻ. ഇപ്പോൾ സിനിമകളിൽ കുഴപ്പങ്ങളൊന്നുമില്ല, വലിയ പരിക്കുകളൊന്നും ഇല്ലാണ്ട് പോകുന്നുണ്ട്. കാലം മാറി, കഥ മാറി, എല്ലായിടത്തും മാറ്റങ്ങളുണ്ട്. അതിപ്പോൾ ഞാൻ ഇന്നാൾ പറഞ്ഞതാണ് ഒരു ഇൻ്റർവ്യൂവിൽ, എന്താ കാലം മാറി വരും, കാറ്റിൻ ഗതി മാറും, കര പിന്നെ കടലാകും, കടൽ തന്നെ കരയാകും, കഥ ഇത് തുടർന്ന് വരും, ജീവിത കഥ ഇത് തുടർന്ന് വരും. അതങ്ങനെയുള്ളൂ സംഭവം. ഓരോ കാലഘട്ടങ്ങളും ഓരോ ന്യൂ ജനറേഷൻ എന്നൊക്കെ പറഞ്ഞാൽ വളരെ തെറ്റാന്നേ. അന്ന് ന്യൂ ജനറേഷൻ മാത്തപ്പനും പിന്നെ മറ്റേ ഇവരൊക്കെ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തല്ലേ സത്യനും പ്രേംനസീറും വന്നത്. അവരെ ന്യൂ ജനറേഷൻ. അവരുടെ അതിൻ്റെ അപ്പുറത്തേക്ക് മമ്മൂട്ടി, മോഹൻലാൽ, ജയറാം, മറ്റേ മുകേഷ്, അങ്ങനെ പെയറായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. മാംകോയ, മറ്റേ ഇന്നസെൻ്റ്, പപ്പുമാള, ജഗതി, അങ്ങനെ പെയറായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇനിയും വരും. പക്ഷേ എനിക്കൊരു ഭാഗ്യം കിട്ടിയത് എന്താണെന്ന് വെച്ചാൽ ത്രയങ്ങൾ എന്ന് പറഞ്ഞില്ലേ സുനില്, അതിനി ഉണ്ടായിട്ടില്ല ഇതുവരെ. പപ്പുമാള ജഗതി എന്ന 2-3 പേരുടെ പേരാൽ അറിയപ്പെടുന്ന ഒരു പടം വരിക നിസ്സാര കാര്യമല്ല. അതെൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം. 2 പേര് അങ്ങനെ ക്ലിക്ക് ആവാറുണ്ട് കുറച്ച് കാലം. അതെ, 3 പേരും കൂടി വലിയ ഒരു കാലഘട്ടത്തിൽ ഘടകമായി നിന്നു കൊമേഴ്ഷ്യൽ സിനിമയുടെ. ഞാൻ ആ ചേട്ടൻ ചോദിക്കാൻ പറഞ്ഞ ചോദ്യം ചോദിക്കട്ടെ, ചേട്ടന്റെ സൗന്ദര്യത്തിന്റെ രഹസ്യം? എന്റെ രഹസ്യം എന്ന് വെച്ചാൽ എന്റെ സൗന്ദര്യം പുറത്തുള്ള രഹസ്യം മൊത്തം അകത്ത് നല്ല സൗന്ദര്യം ഉള്ളതുകൊണ്ടാണ് പുറത്ത് വരുന്നത്. അതേമാതിരി വെളുത്തിരുന്നിട്ട് എന്തായാലും കറുപ്പാണെങ്കിൽ ഞാൻ പുറമേ കറുത്താണ്, പക്ഷെ അകം വെളുത്താന്നേ. സുനിലിന്റെ കാര്യം ചോദിച്ചില്ല, അതൊക്കെ പോട്ടെ. സുനിൽ ഇപ്പൊ എന്തൊക്കെ ചെയ്യുന്നത്? പടം നമ്മൾ ഒരുമിച്ച് ഓഗസ്റ്റ് ക്ലബ്ബ് എന്ന് പറഞ്ഞ ഒരു സിനിമ ചെയ്തായിരുന്നു. അതിൽ ചേട്ടൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇല്ല, ഞാൻ ചേട്ടനെ ആദ്യം കാണുന്നറിയാം ചെറുപ്പത്തിൽ, വളരെ കാലം മുമ്പേ, ഒരു 10-20 കൊല്ലം മുമ്പ് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുകയാണ്. ചേട്ടൻ ഒരു ജുബ്ബയൊക്കെ ഇട്ടിട്ട് മദ്രാസിൽ പോകാൻ ട്രെയിൻ കാത്ത് അത് ചെറിയൊരു ഓർമ്മയാണ്. പിന്നെ അത് സിനിമകളിലാണ്. പിന്നെ നമ്മൾ ഈ സിനിമ പറഞ്ഞു സുനില്
ഇപ്പൊ ഞാനൊരു എൻ്റെ ആദ്യത്തെ സിനിമ ബെസ്റ്റ് ആക്ടറാണ്. ഞാൻ കേട്ടിട്ടുണ്ട്. മമ്മൂട്ടി സാറിൻ്റെ ഒപ്പം ചെയ്ത ബെസ്റ്റ് ആക്ടർ എന്ന് പറഞ്ഞു. അതിനുശേഷം ചാപ്പാക്കുരിശി എന്നുള്ള സിനിമ കൂടിയാണ് ഞാൻ കുറച്ച് കുറച്ച് എസ്റ്റാബ്ലിഷ് ചെയ്യാന്ന് പറഞ്ഞത്. പിന്നെ കുറച്ച് സിനിമകൾ തുടർച്ചയായി ചെയ്തു കഴിഞ്ഞു. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പൊ റിലീസായിരിക്കുന്ന സിനിമകൾ ഇമാനുവലും ആമേനും എന്ന് പറഞ്ഞ സിനിമയാണ്. ആമേൻ എന്ന് പറഞ്ഞ സിനിമയാണ്. അപ്പോൾ അങ്ങനെയാണ് സിനിമയിലേക്ക്. അപ്പോൾ ഞാൻ അമേച്വർ നാടകരംഗത്തായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. എനിക്കറിയാം, ഞാൻ കേട്ടിട്ടുണ്ട്. വയലാവാസദാപ്പിള്ള ഞാൻ തൃശ്ശൂർ നമ്മുടെ ഒരു അമേച്വർ നാടക സംഘമുണ്ട്, രംഗചേതനാണ്. അപ്പോൾ അതിൽ വളരെ സീരിയസ് ആയിട്ട് നാടകത്തെ പറ്റി പഠനം ഗവേഷണമൊക്കെ നടത്തുകയായിരുന്നു. ജോലികൾ പലതും ചെയ്തിരുന്നു. ഇതിലായിരുന്നു താല്പര്യം, കലയിലായിരുന്നു താല്പര്യം. അങ്ങനെ നമ്മൾ ചെയ്തിരുന്നൊരു നാടകം സ്പൈനൽ കോഡ് എന്നുള്ള നാടകം എറണാകുളത്ത് കളിക്കുമ്പോൾ ഈ ബെസ്റ്റ് ആക്ടറിൻ്റെ ഡയറക്ടറായിട്ടുള്ള മാർട്ടിൻ പ്രക്കാട്ട് അദ്ദേഹം സിനിമ തുടങ്ങുന്ന കാലം. അപ്പോൾ അയാൾ ആക്ടേഴ്സിനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അയാൾ ഈ നാടകം കാണാനിട വരികയും ഞാൻ 2-3 പേരെ അങ്ങനെ സെലക്ട് ചെയ്യുകയും ചെയ്തത്. അങ്ങനെയാണ് ആദ്യത്തെ സിനിമയിലത്തെ അനുഭവം. ഇനിയിപ്പോൾ ആദ്യ സിനിമ എന്ന് പറഞ്ഞ കാര്യം ഇഷ്ടം പോലെ സിനിമകൾ വന്നിരുന്നുണ്ട്. മതി ഇതൊക്കെ പോയാൽ പോരെ. അതെ, ഇങ്ങനെ കയറി വരിക. എനിക്ക് ഒരൊറ്റ കുതിപ്പായിരുന്നു. റെക്കമെൻഡേഷൻ ആരും ഉണ്ടായിരുന്നില്ല. ആ മധുരത്തിന് രാത്രി എന്ന് പറയുന്ന പടത്തിൽ അഭിനയിച്ചുകൊണ്ടിരിക്കേണ്ട സമയത്ത് ഒരുപാട് ആൾക്കാർ എന്റെ അഭിനയത്തിന്റെ സ്റ്റൈൽ കാണാൻ വേണ്ടി വന്നു. എന്നെ ഓടിച്ചിട്ട് പിടിക്കായിരുന്നു. എവിടെയും പടിവാതിൽ മുട്ടേണ്ടി വന്നു. ഒരുപാട് കുറെ കാലം വിശ്രമമില്ലാണ്ട് തന്നെ ഉണ്ടായിരുന്നു അല്ലേ? ഒരു കൊല്ലം എത്ര മാക്സിമം സിനിമയൊക്കെ ഞാൻ 43 പടം ചെയ്തു. ഒരു കൊല്ലം 44 പടം സുമാരി ചേച്ചി, ഞാൻ 43, ശങ്കരാടിച്ചേട്ടൻ 42. അങ്ങനെ ഓരോ പടത്തിന്റെ വ്യത്യാസത്തിൽ ഒരു കൊല്ലം ഞാൻ 43, ഒരു കൊല്ലം 43 മറ്റേ സുമാരി ചേച്ചി, 42 പടം ശങ്കരാടിച്ചേട്ടൻ. അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട് ഇഷ്ടംപോലെ. ഒരേ സമയത്ത് തന്നെ 2-3 അല്ലേ? ഒരു സെറ്റ് 3 പടം ഉണ്ടാവും ഒരു ദിവസം. ക്ഷമിച്ചെന്നൊരു വാക്ക്, ഐസ്ക്രീം 3-4 പടമായിട്ട് ചെയ്തിട്ടുണ്ട്. അടുക്കാനെന്തെളുപ്പം, ഇതൊക്കെ ഒറ്റ ഡേയിലാണ് ഇവിടുന്ന് പറക്കാൻ കാറിൽ. അന്ന് ഷൂട്ടിങ് മദ്രാസിലായിരുന്നു. അല്ലല്ല, നമ്മുടെ നാട്ടിലേക്ക് വന്നതിന് ശേഷം. മദ്രാസിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടങ്ങൾ ആ കാലത്തും ഉണ്ടായിരുന്നു. മദ്രാസിലുണ്ടായിരുന്നു. അവിടുന്ന് പോകും. അതാ ഞാൻ പറഞ്ഞു, പണ്ട് ചെറുപ്പത്തിൽ ഞാൻ കണ്ട മദ്രാസിൽ പോകുന്നൊരു കാലം. അപ്പൊ എനിക്ക് വയസ്സ് കൂട്ടാൻ വേണ്ടി ചെറുപ്പത്തിലേ. അല്ലല്ല, ചേട്ടനും ചെറുപ്പല്ലേ? നിങ്ങളൊന്നും ചെറുപ്പാണ്, ഇപ്പോഴും ചെറുപ്പാണ്. ഞാൻ ചോദിച്ചില്ലേ? ഇത് ഭയങ്കര സംഭവം കേട്ടോ, സൗന്ദര്യത്തിന്റെ. അതെ അത് ഞാൻ പോട്ടെന്നാ. നിൽക്കും. ഈ ചേട്ടനോട് സംസാരിക്കുമ്പോൾ ചേട്ടൻ്റെ ഈ എപ്പോഴും കീപ്പ് ചെയ്യുന്ന ഈ പ്രസന്ന ഭാവം അത് സിനിമയിൽ പോലെ ജീവിതത്തിലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മളിപ്പോൾ ക്യാമറയുടെ മുമ്പിൽ ഇരിക്കുമ്പോഴല്ലെങ്കിലും നമ്മളിപ്പോൾ അവിടെ നിന്ന് വരുമ്പോൾ ഞാൻ മുമ്പ് സംസാരിക്കുമ്പോഴൊക്കെ ചേട്ടൻ എപ്പോഴും ഇത്തരം ഒരു മൂഡിലാണ്, പ്ലസൻ്റ് ആണ്, ഓൾവേസ് പ്ലസൻ്റ് ആണ്. അത് ഒരുപാട് സഹായിച്ചിട്ടുണ്ട് കുടുംബ ജീവിതം അല്ല, വീട്ടിലും അങ്ങനെയൊക്കെ തന്നെ അല്ല? അങ്ങനെയൊക്കെ തന്നെ അല്ല, സീരിയസാ? ഇതാ ശരി. ചോദ്യമാണ്. അതായത് നമ്മളിപ്പോൾ ഗോഷ്ഠിയെ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വീട്ടിലെ പെണ്ണിന്റെ മുമ്പിൽ ഇങ്ങനെ വന്നിട്ട് അതല്ല, ചില ജന്മങ്ങൾ. എൻ്റെ അനിയൻ ഭയങ്കര കൊമേഡിയനായിരുന്നു. നാടകത്തിലും സിനിമയിലൊന്നും വരാൻ പറ്റി. രാമനാഥൻ എന്നാ പറയുന്നത്. അയാൾ മരിച്ചുപോയി, 5-10 വർഷത്തോളം ആവാറായി. അയാളായിരുന്നു എനിക്ക് ഏറ്റവും വലിയ, അത് വരാണ്ടിരിക്കാൻ നിർത്തില്ല, കണ്ട പറഞ്ഞു പിടിച്ചപ്പോൾ ദൈവം കൊണ്ട് വഴിയുണ്ട്. അയാളായിരുന്നു ഏറ്റവും വലിയ ടോപ്പ് കൊമേഡിയൻ. അയാളുടെ 1000-1 അംശം കഴിവ് പോലും എനിക്കില്ല. പക്ഷെ അയാൾക്ക് വരാൻ പറ്റിയില്ല. നമ്മൾ സംഗീതവുമായിട്ടും തമാശ പറഞ്ഞും ഇങ്ങനെ ചിരിച്ചും കഴിച്ചും കൂട്ടുന്ന ജീവിതമാണ് അവസാനം വരെ എന്ന് വിശ്വസിക്കുന്നു ഞാൻ. അപ്പൊ ഈ ഉണ്ണികൃഷ്ണൊക്കെ ആയിട്ട് ഞാൻ ഭയങ്കര ഒടുവിൽ ഉണ്ണികൃഷ്ണനെ പറ്റി പറയുമ്പോൾ ഇയാൾ അമേരിക്കയിൽ പോയപ്പോൾ ഒരാൾ പരിചയപ്പെടും, ഒരു സാഹിബിനെ പരിചയപ്പെടുത്തി. ഈസ് വൺ ഓഫ് ദി ഗ്രേറ്റ് ആർട്ടിസ്റ്റ്, ഹിസ് നെയിം ഈസ് ഒടുവിൽ ഉണ്ണികൃഷ്ണൻ. അപ്പൊ അങ്ങനെ പറയുന്നത്, ഓ 2 വീൽ ഉണ്ണികൃഷ്ണൻ എന്ന്, അങ്ങനെ ചില 2 വീൽ ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്നത്. പുള്ളി ഒരു ദിവസം കപ്പ പറിക്കാൻ കയറി. ഒരു കോമഡി ഞാൻ പറഞ്ഞാണ്, എന്നാലും ഒന്നുകൂടി പറയാം, രസമാണത്. ഞാൻ കേട്ടിട്ടില്ല അത്. ഇവര് കൂൾ ഡ്രിങ്ക്സ് കഴിച്ചോണ്ടിരിക്കുകയായിരുന്നു. കൂൾ ഡ്രിങ്ക്സ് കുറെ ഫ്രണ്ട്സ് ഒക്കെ പാട്ട് കഴിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ഒരുത്തിന് കപ്പ വേണം. എനിക്കിപ്പോൾ കപ്പ കപ്പ ഇല്ലെങ്കിൽ കപ്പ ഇങ്ങനെ കൊടുത്തിട്ട് പുഴുകിയിട്ടത് ഇങ്ങനെ ചമ്മന്തി, മുളക്, പച്ചമുളക്, വെളിച്ചെണ്ണ, ഉപ്പെല്ലാം കൂടി ചേർത്ത് കപ്പ എനിക്ക് ഇപ്പോൾ വേണമെന്നായി. അപ്പോൾ ഉണ്ണികൃഷ്ണൻ പറഞ്ഞു, ഉണ്ണികൃഷ്ണൻ അത്ര വലിയ കൂൾ ഡ്രിങ്ക്സ് ഇല്ല, ഞാൻ കൊണ്ടുവരാടോ കപ്പ, എൻ്റെ വളപ്പിലുണ്ടല്ലോ കപ്പ എന്ന് പറഞ്ഞ്. നിലാവുണ്ട്, ചെറിയ നിലാവുള്ള രാത്രി 12-1 മണി നേരത്താണ്. ഒരു കട പോയി പറിച്ചു ഉണ്ണികൃഷ്ണൻ. അതിന് വെറുതെ വേര് മാത്രമേ ഉള്ളൂ, ഞാര്, ഈ തലമുടിമാര് അതുള്ളൂ. 2 കട പറിച്ചു, 3 കട പറിച്ചു, 4 കട പറിച്ചു. ഒന്നിലും ഇത് കപ്പയില്ല, വെറും വേര് മാത്രം.
അങ്ങനെ 10-40 കട പറിച്ചു. നേരം പെടുത്ത് നോക്കിയപ്പോഴേ എല്ലാം റബ്ബർ തൈയായിരുന്നു. ഏരിയ മാറിപ്പോയിരുന്നു. പിന്നെ എങ്ങനെ കപ്പയുണ്ടാവും? അങ്ങനെ പറ്റിയിട്ടുണ്ട്. പൂജപ്പുര രവിചേട്ടനെ പറ്റിയൊരു തമാശ ഉണ്ട്. അതുപോലെ KG ജോർജിൻ്റെ പടത്തിൽ പൂജപ്പുര രവിചേട്ടൻ ഇങ്ങനെ അഭിനയിച്ചു. അപ്പോൾ 4 ഡയലോഗുള്ളൂ. അപ്പോൾ അങ്ങനെ രവിചേട്ടൻ തന്നെ എന്നോട് പറഞ്ഞ കാര്യം പിന്നെ KG ജോർജിൻ്റെ പടത്തിൽ 4 ഡയലോഗുള്ളൂ. അന്ന് മദ്രാസിലാണ് ഡബ്ബിങ് നടക്കുന്നത്. ജോർജ് സാർ മദ്രാസിലാണ്. രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞൊരു പ്രൊഡക്ഷൻ മാനേജർ ഡെയിലി വിളിക്കും. 1 മാസത്തോളം വിളിക്കും. ഞാൻ എന്തിനാണ് വരുന്നത്? അവിടെ ഇഷ്ടംപോലെ ഡബിങ് ആർട്ടിസ്റ്റ് ഉണ്ടല്ലോ. 4 ഡയലോഗ് ഡബ് ചെയ്യാൻ മദ്രാസിൽ പോകണം. 4 ഡയലോഗ് ചെയ്യാം. ഞാൻ പറഞ്ഞ കാര്യമില്ലല്ലോ, അവിടെ ഇഷ്ടംപോലെ ഡബിങ് ആർട്ടിസ്റ്റ് ഉണ്ടല്ലോ, അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചാൽ പോരായോ എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരൻ. അങ്ങനെ 1 മാസം കഴിഞ്ഞിട്ട് അവസാനം എന്നെ തോറ്റുകാർ. രാധാകൃഷ്ണൻ തോറ്റിട്ട് ജോർജ് സാറെ ക്ഷമിക്കണം, ഞാൻ 1 മാസമായിട്ട് രവിചേട്ടനെ വിളിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ പറഞ്ഞത് ഇങ്ങനെയാണ്, ഞാൻ അവിടെ നിന്ന് വരേണ്ട കാര്യമല്ലോ, ആരെക്കൊണ്ടെങ്കിലും ഇവിടെ ഡബ് ചെയ്യിപ്പിച്ചാൽ മദ്രാസിൽ ഇഷ്ടംപോലെ ഡബിങ് ആർട്ടിസ്റ്റ് ഉണ്ടേ, അപ്പോൾ അത് ചെയ്യിപ്പിച്ചാൽ പോരായോ എന്ന്. അപ്പോൾ ജോർജ് സാർ എനിക്കൊന്ന് കുത്തി തന്നാട്ടെ, പുള്ളി ഇങ്ങനെ താടിയൊക്കെ വെച്ച് അത് കുത്തി തന്നാട്ടെ, രവിയുടെ നമ്പർ ഒന്ന് കുത്തി തന്നാട്ടെ, ഞാൻ വിളിക്കണം. അപ്പോൾ അത് നമ്പർ കുത്തി കൊടുത്തു. ഹലോ മിസ്റ്റർ പൂജപ്പ രവിയല്ലയോ? അതെ ഞാനാണ്. അതൊന്ന് വന്ന് ഡബ് ചെയ്യണമായിരുന്നല്ലോ. അല്ല സാറേ, ഞാൻ 4 ഡയലോഗല്ലേ ഉള്ളൂ, അത് അവിടെ മദ്രാസിൽ ആരെക്കൊണ്ടെങ്കിലും ഡബ് ചെയ്യിപ്പിച്ചാൽ പോരാ, ഞാനിന്നലെ കഷ്ടപ്പെട്ട അവിടെ വരെ വരണത് എന്ന് വെച്ചു. അതുകൊണ്ടല്ല മിസ്റ്റർ രവി, ഇത്രയും വൃത്തിയായിട്ട ശബ്ദം മദ്രാസിൽ കിട്ടാനില്ല, അതുകൊണ്ടാണ് പുള്ളി തന്നെ പറയും. അതാ രസം. അങ്ങനെയൊക്കെ ഭയങ്കര കോമഡികൾ ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ശങ്കരാടിച്ചേട്ടൻ എന്ന് പറയുന്നതിനെ പറ്റി മഹാനടൻ. ഇത്ര റിയലായിട്ട് ചെയ്യുന്ന ഒരു നടൻ ഇന്ന് വരെ ജനിച്ചിട്ടില്ല. ഇനി ജനിക്കുമെന്ന് സംശയമാണ്. മതിയിൽ എന്തിനത്? ബിഹേവിംഗ് എന്ന് പറഞ്ഞ് കണ്ടുപിടിച്ച ആളാണ്. അഭിനയം ബിഹേവിംഗ് ആണെന്ന് കണ്ടുപിടിച്ച ആളാണ് ശങ്കരാടിച്ചേട്ടൻ. പണ്ട് കാലത്തെ ആൾക്കാരുമായിട്ടുള്ള നടന്മാരുമായിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു സമ്പർക്കം, അതൊരു ഭയങ്കര സുഖമായിരുന്നു. ഇപ്പൊ കാലം മാറിയപ്പോൾ ഓരോരുത്തർ വഴിയായി. ജോലി ചെയ്യുന്നു, പോകുന്നു, ഹായ് എന്ന് പറയുന്നു കാണുമ്പോൾ, സുഖാണോ ചേട്ടാ? സംസാരം, നമ്മുടെ സംസാരത്തിന്റെ സമയം കഴിഞ്ഞു. വളരെ സന്തോഷം. വീണ്ടും കാണാം. വീണ്ടും കാണണം. ഓക്കെ. പാടാൻ പിറന്ന പൈങ്കിളി കരളിൽ നിറഞ്ഞു വിഴികൾ തുളും